അമേരിക്കയിൽ പഠനം കഴിഞ്ഞ് വിദേശ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം നൽകുന്ന OPT എന്ന പ്രോഗ്രാം നിർത്തലാക്കാൻ ആവശ്യപ്പെട്ട് റിപ്പബ്ലിക്കൻ എംപിമാർ വൈറ്റ് ഹൗസിന് കത്തയച്ചിരിക്കുകയാണ്. ഈ പ്രോഗ്രാം കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ലെന്നും ഇത് അമേരിക്കൻ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുവെന്നുമാണ് അവർ ആരോപിക്കുന്നത്. ഈ പ്രോഗ്രാം അപകടകരമായി അനധികൃതവും ദുരുപയോഗം ചെയ്യപ്പെടുന്നതും അമേരിക്കൻ നികുതിദായകർക്ക് ചെലവേറിയതുമാണ് എന്ന് എംപിമാർ കത്തിൽ പറയുന്നു. ഇത് അവസാനിപ്പിക്കാൻ ഇതാണ് ഏറ്റവും നല്ല സമയമെന്നും അവർ കൂട്ടിച്ചേർത്തു. 13 റിപ്പബ്ലിക്കൻ എംപിമാരാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. 1992 ആരംഭിച്ച OPT പ്രോഗ്രാം F1 വിസയിൽ അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനം കഴിഞ്ഞ് 3 വർഷം വരെ അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുമതി നൽകുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും STEM മേഖലയിൽ നിന്നുള്ളവരാണ്. OPT പ്രോഗ്രാം H1B വിസയുടെ പരിധി മറികടക്കാൻ സഹായിക്കുന്നുവെന്നും കുറഞ്ഞ ശമ്പളത്തിൽ വിദേശ ബിരുദധാരികളെ നിയമിക്കാൻ കമ്പനികൾക്ക് ഇത് അവസരം നൽകുന്നുവെന്നും എംപിമാർ വാദിക്കുന്നു. ഇത് അമേരിക്കൻ വിദ്യാർത്ഥികൾ വലിയ തിരിച്ചടിയാണെന്നും അവർ പറയുന്നുണ്ട്. പ്രസിഡന്റിന് വേണമെങ്കിൽ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നും ഇതിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും DSCയെ പോലെ ഈ പ്രോഗ്രാമിനെ സ്ഥിരമാക്കാൻ സാധ്യതയുണ്ടെന്നും കത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ഭാഗ്യവശാൽ OPT ഒരു പേന കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് പ്രസിഡന്റിന്റെ പേന കൊണ്ട് തന്നെ അവസാനിപ്പിക്കാനും സാധിക്കുമെന്ന് കത്തിൽ എംപിമാർ പറയുന്നു. 2024 ഏകദേശം 1,94,554 വിദേശ വിദ്യാർത്ഥികൾക്ക് OPT വഴി ജോലി ചെയ്യാനുള്ള അനുമതി ലഭിച്ചു. ഇതിൽ 95,384 പേർ STEAM OPT പ്രോഗ്രാമുകളാണ് ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. അമേരിക്കയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഏകദേശം 25% ഇന്ത്യയിൽ നിന്നുള്ളവരായതിനാൽ OPT നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് വലിയൊരു വിഭാഗത്തെ ബാധിക്കും. OPT വഴി ജോലി ചെയ്യുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം യഥാർത്ഥത്തിൽ അനുമതി ലഭിച്ചവരുടെ എണ്ണത്തെക്കാൾ കൂടുതലായിരിക്കാമെന്ന് ICE ഉദ്ധരിച്ച് എംപിമാർ പറയുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ നിയന്ത്രണങ്ങളില്ലാത്ത അതിഥി തൊഴിലാളി പ്രോഗ്രാമാണ് OPT എന്ന് അവർ ആരോപിക്കുന്നു. വലിയ കമ്പനികൾക്കും സർവകലാശാലകൾക്കും ഇതിൽ നിന്ന് പ്രയോജനം ലഭിക്കുമ്പോൾ ചെറിയ ആഭ്യന്തര ബിസിനസ്സുകൾക്ക് നികുതി വരുമാനം നഷ്ടപ്പെടുന്നുവെന്നും അവർ പറയുന്നു. പ്രതിരോധ ഗവേഷണം, ടെലികോം, സെമി കണ്ടക്ടർ, മിസൈൽ, ബഹിരാകാശ സംവിധാനങ്ങൾ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ OPT തൊഴിലാളികൾക്ക് പ്രവേശനം ലഭിക്കുന്നതിനെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിക്കുന്നു. OPT തൊഴിലാളികൾക്ക് സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ നികുതികളിൽ നിന്ന് ഇളവ് ലഭിക്കുന്നതിനാൽ ട്രസ്റ്റ് ഫണ്ടുകൾക്ക് പ്രതിവർഷം ഏകദേശം $4 ബില്യൺ നഷ്ടം സംഭവിക്കുന്നതായും എംപിമാർ പറയുന്നു. അടുത്തിടെ സെനറ്റർ ടോം കോട്ടൺ OPT ഫെയർ ടാക്സ് ആക്ട് എന്ന പേരിൽ ഒരു ബിൽ അവതരിപ്പിച്ചിരുന്നു. ഈ ബിൽ പ്രകാരം OPT തൊഴിലാളികളും അവരുടെ തൊഴിലുടമകളും ആദ്യമായി FICA നികുതി അടയ്ക്കേണ്ടി വരും. നിലവിൽ മിക്ക F1 വിദ്യാർത്ഥികളും OPT പ്രോഗ്രാമിൽ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ മെഡിക്കെയർ നികുതി അടയ്ക്കുന്നില്ല. ഈ നിയമം വിദ്യാർത്ഥികളുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയ്ക്കുകയും തൊഴിലുടമകളുടെ നിയമന ചെലവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. OPT ഉപയോഗം ഏറ്റവും കൂടുതലുള്ള STEAM മേഖലകളിൽ ഇതിൻ്റെ ഫലം ഏറ്റവും ശക്തമായിരിക്കും. FICA നികുതികളിൽ സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ എന്നിവ ഉൾപ്പെടുന്നു. ഈ ബിൽ ഇളവ് അവസാനിപ്പിക്കാനും, അതായത് ഒരു അമേരിക്കൻ ജീവനക്കാരന് തുല്യമായ നിരക്കിൽ തൊഴിലാളികളും തൊഴിലുടമയും സംഭാവന നൽകേണ്ടി വരും. പല അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും അമേരിക്ക തിരഞ്ഞെടുക്കുന്നത് OPT പ്രോഗ്രാം കാരണം കൂടിയാണ്. ഇത് ബിരുദാനന്തരം 12 മുതൽ 24 മാസം വരെ തൊഴിൽ പരിചയം നേടാൻ അവരെ സഹായിക്കുന്നുണ്ട്.